28/9/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/2/2007 മധുബൻ. അലക്ഷ്യത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും ഒഴിവുകഴിവിൻ്റെയും നിദ്രയിൽ നിന്നും ഉണരുന്നത് തന്നെയാണ് ശിവരാത്രിയുടെ സത്യമായ ഉറക്കമൊഴിയൽ. ഇന്ന് ബാബ്ദാദ വിശേഷിച്ച് തൻ്റെ 4 ഭാഗത്തുമുള്ള ഓമനകളും ശിഖിലതയും പരമാത്മാ സ്നേഹത്തിന് പാത്രമായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനും വിചിത്രമായ ബാബയുടെയും കുട്ടികളുടെയും ബർത്ത്ഡേ ആഘോഷിക്കുവാനായി വന്നിരിക്കുന്നു. നിങ്ങളേവരും ഇന്ന് വിശേഷിച്ച് വിചിത്ര ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. ഈ ബർത്ത്ഡേ മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കും ഉണ്ടാകുന്നില്ല. പിതാവിൻ്റെയും കുട്ടികളുടെയും ബർത്ത്ഡേ ഒരേ ദിവസം ആകുന്നത് ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. അപ്പോൾ നിങ്ങളേവരും ബാബയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ, അതോ കുട്ടികളുടെയും ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ? കാരണം മുഴുവൻ കൽപ്പത്തിലും പരമാത്മാ പിതാവിൻ്റെയും പരമാത്മാ കുട്ടികളുടെയും ഇത്രയും അളവറ്റ സ്നേഹമാണ്. ജന്മം പോലും ഒരുമിച്ചാണ്. ബാബയ്ക്ക് ഒറ്റയ്ക്കല്ല വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം ചെയ്യേണ്ടത്, കുട്ടികളോടൊപ്പമാണ് ചെയ്യേണ്ടത്. ഈ അലൗകിക കൂട്ടുകെട്ടിൽ ഇരിക്കുന്നതിൻ്റെ സ്നേഹം, കൂട്ടുകാരൻ ആകുന്നതിൻ്റെ സ്നേഹം ഈ സംഗമത്തിൽ മാത്രമാണ് അനുഭവിക്കുന്നത്. ബാബയും കുട്ടികളും തമ്മിൽ ഇത്രയും ആഴത്തിലുള്ള സ്നേഹമുണ്ട്. ജന്മവും ഒരുമിച്ചാണ്, വസിക്കുന്നതും എവിടെയാണ്? ഒറ്റയ്ക്കാണോ അതോ ഒരുമിച്ചാണോ? ഓരോ കുട്ടിയും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ പറയുന്നു, നമ്മൾ ബാബയുമായി കമ്പൈൻഡ് ആണ്. കമ്പൈൻഡ് ആയിരിക്കുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ലല്ലോ. ജന്മം ഒരുമിച്ചാണ്, ഇരിക്കുന്നത് ഒരുമിച്ചാണ്. ഭാവിയിലേക്കും ഉള്ള വാഗ്ദാനം എന്താണ്? കൂടെയാണ്, കൂടെയിരിക്കും, കൂടെ പോകും തൻ്റെ സ്വീറ്റ് ഹോമിലേക്ക്. ഇത്രമാത്രം സ്നേഹം ഏതെങ്കിലും പിതാവും കുട്ടികളും തമ്മിലുള്ളത് കണ്ടിട്ടുണ്ടോ? ഏതൊരു കുട്ടിയായാലും എവിടെയായാലും എങ്ങനെയായാലും കൂടെയാണ്, കൂടെ തന്നെ പോകുന്നവരും ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിചിത്രവും പ്രിയത്തിലും പ്രിയമായ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. സന്മുഖത്ത് ആഘോഷിക്കുകയാണെങ്കിലും ദേശവിദേശത്താണെങ്കിലും 4 ഭാഗത്തും ഒരേ സമയത്ത് ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. ബാബ്ദാദ 4 ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും എത്ര ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ആഹാ ബാബ, ആഹാ ബാബ, ആഹാ ബർത്ത്ഡേ എന്ന ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ സ്വിച്ച് ഇടുകയാണെങ്കിൽ 4 ഭാഗത്തുമുള്ള ശബ്ദം, ഹൃദയത്തിൻ്റെ ശബ്ദം, ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ശബ്ദം ബാബ്ദാദയുടെ കാതുകളിൽ കേൾക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും ഉത്സാഹം കണ്ട് കുട്ടികളുടെയും തൻ്റെ ദിവ്യ ജന്മത്തിൻ്റെ കോടി 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 മടങ്ങ് ആശംസകൾ നൽകുകയാണ്. വാസ്തവത്തിൽ ഉത്സവം എന്നതിൻ്റെ അർത്ഥം തന്നെ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും ഇരിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങളേവരും ഉത്സാഹത്തോടെ ഈ ഉത്സവം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്തർ പേരും ശിവരാത്രി എന്നാണ് വച്ചിരിക്കുന്നത്. ഇന്ന് ബാബ്ദാദ ആ ഭക്ത ആത്മാക്കൾക്ക് ആശംസകൾ നൽകുകയായിരുന്നു. അവർ താങ്കളുടെ ഈ വിചിത്ര ജന്മദിനം ആഘോഷിക്കുന്നതിനായി വളരെ നന്നായി കോപ്പി ചെയ്തിരിക്കുകയാണ്. താങ്കൾ ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രൂപത്തിൽ ആഘോഷിക്കുന്നു. ആ ഭക്തർ ഭാവനയുടെയും വിശ്വാസത്തിൻ്റെയും രൂപത്തിൽ
താങ്കളുടെ ആഘോഷത്തെ കോപ്പി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ കുട്ടികൾക്കും ആശംസകൾ നൽകുകയായിരുന്നു. കോപ്പി ചെയ്യുന്നതിൽ നല്ല പാർട്ട് അഭിനയിച്ചു. നോക്കൂ, ഓരോ കാര്യത്തെയും കോപ്പി ചെയ്തിരിക്കുകയാണ്. കോപ്പി ചെയ്യുവാനും ബുദ്ധി വേണമല്ലോ. മുഖ്യമായ കാര്യമാണ് ഈ ദിവസം ഭക്തരും വ്രതം വയ്ക്കുന്നു. അവർ കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും വ്രതം വയ്ക്കുന്നു. ഭാവനയിൽ വൃത്തിയെ ശ്രേഷ്ഠമാക്കുന്നതിനായി വ്രതം വയ്ക്കുന്നു. അവർക്ക് ഓരോ വർഷവും വയ്ക്കേണ്ടി വരുന്നു. താങ്കൾ എന്ത് വ്രതമാണ് എടുത്തത്? ഒരേ ഒരു തവണ വ്രതം എടുക്കുന്നു, വർഷം തോറും വ്രതം എടുക്കുന്നില്ല. ഒരേ ഒരു തവണ വ്രതം എടുത്തു, പവിത്രതയുടെ. എല്ലാവരും പവിത്രതയുടെ വ്രതം എടുത്തുവോ? ഉറച്ച രീതിയിൽ എടുത്തുവോ? ആരാണോ ഉറച്ച രീതിയിൽ എടുത്തത് അവർ കൈ ഉയർത്തു. ഉറപ്പാണോ? അല്പം ദുർബലമല്ലല്ലോ. ഉറപ്പാണോ? ശരി. രണ്ടാമതും ചോദ്യമുണ്ട്. താങ്കൾ വ്രതമെടുത്തു, ആശംസകൾ. എന്നാൽ അപവിത്രതയ്ക്ക് മുഖ്യമായി 5 കൂട്ടുകാരുണ്ട്, ശരിയാണല്ലോ? തലകുലുക്കൂ. ശരി, 5ൻ്റെയും വ്രതം എടുത്തുവോ? അതോ 2ഓ 3ഓ എണ്ണത്തിൻ്റേതാണോ എടുത്തത്? കാരണം എവിടെ പവിത്രതയുണ്ടോ അവിടെ അഥവാ അംശമാത്രമെങ്കിലും അപവിത്രത ഉണ്ടെങ്കിൽ സമ്പൂർണ്ണ പവിത്ര ആത്മാവ് എന്ന് പറയുമോ? ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടെ പവിത്രത ബ്രാഹ്മണ ജന്മത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, പേഴ്സണാലിറ്റിയാണ്, റോയൽറ്റിയാണ്. അപ്പോൾ ചെക്ക് ചെയ്യൂ. മുഖ്യമായ പവിത്രതയുടെ മേൽ അറ്റൻഷനുണ്ട്. എന്നാൽ സമ്പൂർണ്ണ പവിത്രതയ്ക്ക് വേണ്ടി മറ്റ് കൂട്ടുകാർ ഏതെല്ലാമാണോ അതിനെ ലഘുവായി വിട്ടുകളഞ്ഞില്ലല്ലോ. ചെറിയവയോട് സ്നേഹം വെച്ചു, വലിയതിനെ ശരിയാക്കി എങ്കിൽ മറ്റ് 4 പേരെയും കൂട്ടുകാരാക്കിക്കൊള്ളൂ എന്ന് ബാബയുടെ അനുവാദം ഉണ്ടോ? പവിത്രത എന്ന് കേവലം ബ്രഹ്മചര്യത്തെ അല്ല പറയുന്നത്. എന്നാൽ ബ്രഹ്മചര്യത്തോടൊപ്പം ബ്രഹ്മചാരിയാവുക എന്നാൽ പവിത്രതയുടെ വ്രതം പാലിച്ചു എന്നർത്ഥം. പല കുട്ടികളും ആത്മീയ സംഭാഷണത്തിൽ പറയുന്നു, ആത്മീയ സംഭാഷണം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ മധുരമധുരമായ കാര്യങ്ങൾ പറയുന്നു ബാബ മുഖ്യമായതിൽ നന്നായിരിക്കുന്നു. ബാക്കി ചെറിയ ചെറിയവർ ഇങ്ങനെ ഇടയ്ക്ക് സങ്കല്പത്തിൽ വന്നു പോകുന്നു. മനസ്സിൽ വരുന്നു, വാക്കിൽ വരുന്നില്ല. മനസ്സിനെ ആരും കാണുന്നില്ല. ചെറിയ ചെറിയ കുട്ടികളോട് സ്നേഹമുണ്ട് എന്ന് ചിലർ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവ 4നോടും സ്നേഹമുണ്ടാകുന്നു. ക്രോധം വന്നു പോകുന്നു, മോഹം വന്നു പോകുന്നു, ആഗ്രഹിക്കുന്നില്ല, വന്നു പോകുന്നു. ബാബ്ദാദ പറയുന്നു, ഏതു തന്നെ വന്നാലും താങ്കൾ വാതിൽ തുറന്നിരിക്കുകയാണ്, അതിനാലാണല്ലോ വരുന്നത്. അപ്പോൾ വാതിൽ തുറന്നത് എന്തിന്? ദൗർബല്യങ്ങളുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ദൗർബല്യത്തിൻ്റെ വാതിൽ തുറക്കുക എന്നാൽ ആഹ്വാനം ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഇന്നത്തെ ദിവസം ബാബയുടെയും തൻ്റെയും ബർത്ത്ഡേ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനിച്ചപ്പോൾ മുതൽ ഏതൊരു വ്രതത്തിൻ്റെ വാഗ്ദാനമാണോ ചെയ്തത്? ആദ്യം വരദാനം ബാബ എന്താണ് നൽകിയത് ഓർമ്മയുണ്ടോ? ബർത്ത്ഡേയുടെ വരദാനം ഓർമ്മയുണ്ടോ? എന്താണ് നൽകിയത്? പവിത്ര ഭവ, യോഗി ഭവ. എല്ലാവർക്കും വരദാനം ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടോ? മറന്നുപോയില്ലല്ലോ. പവിത്ര ഭവ എന്ന വരദാനം 1ൻ്റെ കാര്യത്തിൽ അല്ല നൽകിയത്, 5ൻ്റേതും നൽകി. അപ്പോൾ ഇന്ന് ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്.
ബാബയുടെയും ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ. ശിവരാത്രി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ സമ്മാനം കൊണ്ടുവന്നുവോ, അതോ ഒഴിഞ്ഞ കൈയോടെ വന്നിരിക്കുകയാണോ? സ്ഥാപനയുടെ 70 വർഷം സമാപ്തമായി കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടല്ലോ, 70 വർഷം. ചിന്തിക്കൂ, താങ്കൾ പിന്നീടാണ് വന്നത് എങ്കിൽ പോലും സ്ഥാപനയുടെ 70 വർഷം ആയല്ലോ. ഇപ്പോൾ വന്നവരായാലും സ്ഥാപനയുടെ കർത്തവ്യത്തിൽ നിങ്ങളെല്ലാവരും സഹചാരികളാണല്ലോ. ഇന്ന് ആദ്യത്തെ തവണ വന്നവരായാലും ആരാണോ മധുബനിൽ ആദ്യത്തെ തവണ കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുന്നവർ, അവർ കൈ നീട്ടി ഉയർത്തൂ. ശരി, നിങ്ങളെല്ലാവരും 1 വർഷം ആയവരായാലും 2 വർഷം ആയവരായാലും എല്ലാവരും സ്വയം എന്താണ് പറയുന്നത്? ബ്രഹ്മകുമാരി, ബ്രഹ്മകുമാർ, അതോ പുരുഷാർത്ഥി കുമാർ, കുമാരി എന്നാണോ? എന്താണ് പറയുന്നത്? ആരെങ്കിലും സ്വയം പുരുഷാർത്ഥി കുമാർ എന്ന് പറയുന്നുണ്ടോ? ബ്രഹ്മകുമാറിൻ്റെ സൈൻ ആണല്ലോ ഇടുന്നത്. എല്ലാവരും BK എന്ന് എഴുതുന്നുണ്ടല്ലോ. അതോ PK എന്നാണോ എഴുതുന്നത്? പുരുഷാർത്ഥി കുമാർ എന്ന്. അപ്പോൾ വാഗ്ദാനം എന്താണ്? കൂടെയിരിക്കും, കൂടെ പോകും, കമ്പൈൻഡ് ആയിരിക്കും. അപ്പോൾ കമ്പൈൻഡിൽ സമാനത വേണമല്ലോ. ഇന്നത്തെ 70 വർഷത്തിൻ്റെ ഉത്സവം ആഘോഷിച്ചു വരികയാണ്. ബാബ്ദാദ കണ്ടു ഏതെല്ലാം സോൺ സേവനത്തിൻ്റെ ടേൺ നൽകുന്നു, അവർ 70 വർഷത്തിൻ്റെ ആദരിക്കൽ ചടങ്ങ് ആഘോഷിക്കുന്നു. എല്ലാവരും ആഘോഷിക്കുന്നുവല്ലോ. കേവലം ചെറിയ ചെറിയ ഗിഫ്റ്റ് നൽകുന്നു, ഇത്രമാത്രം. എന്നാൽ ഇന്ന് ഒന്നാമതായി ബർത്ത്ഡേ ആണ്. ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ, ഉറപ്പാണല്ലോ. രണ്ടാമതായി 70 വർഷം സമാപ്തമായി. അപ്പോൾ ആദരിക്കൽ ചടങ്ങും ആഘോഷിക്കുകയാണ്, ബർത്ത്ഡേയും ആഘോഷിക്കുകയാണ്. അതിൽ സമ്മാനം എന്തു നൽകും? ട്രേ നൽകുമോ? ഷീറ്റ് നൽകുമോ? എന്ത് സമ്മാനം കൊണ്ടുവന്നിരിക്കുകയാണ്? ശരി, വെള്ളിയുടെ ഗ്ലാസ് നൽകും. എന്നാൽ ഇന്നത്തെ ദിവസം ബാബ്ദാദയുടെ ശുഭ ആശയാണ് തൻ്റെ ആശകളുടെ ദീപമായ കുട്ടികളെ പ്രതി. ആ ശുഭ ആശ ഏതാണ്? പറയട്ടെ. പറയുക അഥവാ കേൾക്കുക എന്നാൽ എന്താണ്? ഒരു കാതിൽ കൂടി കേൾക്കുക, ഹൃദയത്തിൽ ഉൾക്കൊള്ളുക, ഇങ്ങനെയാണോ? പുറത്ത് കളയുകയില്ല, ഇത്രത്തോളമില്ല, എന്നാൽ ഹൃദയത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ശുഭ ആശ പറയട്ടെ. ആദ്യത്തെ ലൈനിലുള്ളവർ പറയൂ, തലകുലുക്കൂ. ടീച്ചേഴ്സ് തലകുലുക്കൂ. നല്ല കൊടി വീശിക്കൊണ്ടിരിക്കുകയാണ്. ഡബിൾ ഫോറിനേഴ്സ് പറയട്ടെ. സ്വയം തന്നെ ബന്ധിക്കേണ്ടി വരും, അതിനാൽ ശരി എന്ന് പറയൂ. വെറുതെ അങ്ങനെ പറയരുത്. കാരണം 70 വർഷം ബാബ്ദാദയും അലക്ഷ്യത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും ഒഴിവുകഴിവിൻ്റെയും കളി കണ്ടു. 70 അല്ലെങ്കിൽ പോലും 50, 40, 30, 20 വർഷമായി. എന്നാൽ ഇത്രയും സമയം കുട്ടികളുടെ ഈ 3 കളികളും നല്ലവണ്ണം കണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം ഭക്തർ ഉറക്കമൊഴിയുന്നു, ഉറങ്ങുന്നില്ല. അപ്പോൾ കുട്ടികളായ താങ്കളുടെ ഉറക്കമൊഴിയിൽ ഏതാണ്? ഏതൊരു നിദ്രയിലാണ് ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോകുന്നത്? അലക്ഷ്യത്തിൻ്റെയും ആലസ്യത്തിൻ്റെയും ഒഴിവുകഴിവിൻ്റെയും നിദ്രയിൽ സുഖമായി ഉറങ്ങുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഈ 3 കാര്യങ്ങളുടെ ജാഗരണം ഓരോ സമയത്തും കാണുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോൾ നോക്കിയാലും ക്രോധം വരുമ്പോൾ, അഭിമാനം വരുമ്പോൾ, ലോഭം വരുമ്പോൾ കാരണം എന്താണ് പറയുന്നത്? ബാബ്ദാദയെ ഒരു ട്രേഡ് മാർക്ക് കാണിക്കുന്നു.
ഏതെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ പറയുന്നു, ഇത് നടക്കുന്നവയാണ്. ആരാണ് നടത്തിയത് എന്നറിയില്ല. പക്ഷേ ഈ വാക്ക് പറയുന്നു, ഇത് ഉണ്ടാകുന്നത് തന്നെയാണ്. ഇതൊക്കെ നടക്കുന്നവ തന്നെയാണ്. ഇതേതെങ്കിലും പുതിയ കാര്യമൊന്നുമല്ല. ഇത് നടക്കുന്നവ തന്നെയാണ്. ഇതെന്താണ്? അലക്ഷ്യം അല്ലേ? മെജോറിറ്റിയും ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ഒരു കാര്യവും ചെയ്യുന്നു. ഇവർ ചെയ്തു, അതിനാലാണ് ഉണ്ടായത് എന്ന്. ഞാൻ തെറ്റു ചെയ്തു എന്ന് പറയുകയില്ല. ഇവർ ഇത് ചെയ്തുവല്ലോ, ഇതുണ്ടായല്ലോ, അതിനാൽ സംഭവിച്ചു. മറ്റുള്ളവരിൽ കുറ്റം വയ്ക്കുന്നത് വളരെ സഹജമാണ്. ഇവർ ചെയ്യാതിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. ബാബ എന്താണോ പറഞ്ഞത് അത് നടക്കുകയില്ല. അവർ ചെയ്താൽ നടക്കും. ബാബയുടെ ശ്രീമത്തനുസരിച്ച് ക്രോധത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ലേ? ഈയിടെ ക്രോധത്തിൻ്റെ കുട്ടിയായ ആധിപത്യഭാവം, ആധിപത്യവും ഭിന്ന ഭിന്ന പ്രകാരത്തിൽ ഉണ്ട്. അപ്പോൾ ഇന്ന് 4ൻ്റെയും വ്രതം എടുക്കുമോ? ഏതുപോലെ ആദ്യത്തെ കാര്യത്തിൻ്റെ വിശേഷ ദൃഢസങ്കല്പം മെജോറിറ്റിയും എടുത്തു, അതേപോലെ തന്നെ 4ൻ്റെയും സങ്കല്പം എടുക്കുമോ? ഈ ഒഴിവുകഴിവ് പറയരുത്, ഇവർ ഇത് ചെയ്തു, അപ്പോൾ എന്നിൽ നിന്നും ഉണ്ടായി. ബാബ ഏതൊന്നാണോ വീണ്ടും വീണ്ടും പറയുന്നത് അത് ഓർമ്മയില്ല. അവർ എന്തു ചെയ്തുവോ അത് ഓർമ്മ വന്നു. അപ്പോൾ ഇത് ഒഴിവുകഴിവായില്ലേ? അപ്പോൾ ഇന്ന് ബാബ് ദാദ ബർത്ത്ഡേയുടെ ഗിഫ്റ്റായി ആഗ്രഹിക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. അത് 4നെയും ലഘുവാക്കുന്നു. സംസ്കാരത്തെ നേരിടുക തന്നെ വേണം. സംസ്കാരം എതിരിടുന്നതല്ല. ഇത് പരീക്ഷയാണ്. ഒരു ജന്മത്തിൻ്റെ പഠനവും മുഴുവൻ കൽപ്പത്തിൻ്റെ പ്രാപ്തിയും. പകുതി കൽപ്പം രാജ്യഭാഗ്യം, പകുതി കൽപ്പം പൂജ്യർ. ഒരു ജന്മത്തിൽ മുഴുവൻ കൽപ്പത്തിൻ്റെയും പ്രാപ്തി. അതും ചെറിയൊരു ജന്മം. ഫുൾ ജന്മമല്ല, ചെറിയ ജന്മമാണ്. അപ്പോൾ ധൈര്യമുണ്ടോ? തീർച്ചയായും ധൈര്യം വയ്ക്കും എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്. പുരുഷാർത്ഥം ചെയ്യാം, അറ്റൻഷൻ വയ്ക്കും എന്ന് പാടില്ല. ചെയ്യാം എന്നത് പാടില്ല. കൊച്ചുകുട്ടികളല്ല, 70 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 3-4 മാസത്തെ കുട്ടികളാണ് ചെയ്യാം എന്ന് പറയുന്നത്. താങ്കൾ ബാബയുടെ സഹചാരികളാണല്ലോ, വിശ്വമംഗളകാരിയാണ്. അതിനാൽ 70 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കൈ ഉയർത്തിക്കുന്നില്ല. കാരണം ബാബ്ദാദ കണ്ടു, കൈ ഉയർത്തിയിട്ടും ഇടയ്ക്കിടയ്ക്ക് അലക്ഷ്യമായി പോകുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? എന്തും സംഭവിച്ചു കൊള്ളട്ടെ, പർവ്വതം പോലെയുള്ള പരീക്ഷയും വന്നുകൊള്ളട്ടെ. എന്നാൽ പർവ്വതത്തെ പഞ്ഞി പോലെയാക്കി മാറ്റും. ഇങ്ങനെയുള്ള ദൃഢസങ്കല്പം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? കാരണം വളരെ നല്ല സങ്കല്പം എടുക്കുന്നു. സങ്കല്പം എടുക്കുന്ന സമയത്ത് ബാബ്ദാദയും സന്തോഷിക്കുന്നു. പക്ഷേ എന്താണ്? 70 വർഷം ലഘുവായി വിട്ടു. എന്നാൽ ബാബ്ദാദ കാണുകയാണ്, സമയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ ഓരോ പുരുഷാർത്ഥത്തിൻ്റെ കാര്യത്തിലും വളരെ കാലത്തെ കണക്കുണ്ട്. ശരി, ഇപ്പോൾ തന്നെ ചെയ്താലും വളരെ കാലത്തിൻ്റെ കണക്കാണുള്ളത്. കാരണം പ്രാപ്തി ഓരോരുത്തരും എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കൈ ഉയർത്തിക്കുകയാണ്. ആരെങ്കിലും രാമനും സീതയും ആകുമോ? ആരാണോ രാമനും സീതയും ആകുവാൻ ആഗ്രഹിക്കുന്നത് അവർ കൈ ഉയർത്തു. രാജപദം ലഭിക്കും. ആരെങ്കിലും കൈ ഉയർത്തുന്നുണ്ടോ? രാമനും സീതയും ആകുമോ? ലക്ഷ്മി നാരായണൻ ആകില്ലേ? ഡബിൾ ഫോറിനേഴ്സിൽ ആരെങ്കിലും കൈ ഉയർത്തുന്നുണ്ടോ? ആരുമില്ല. വളരെ കാലത്തെ ഭാഗ്യം പ്രാപ്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കെ ലക്ഷ്മി നാരായണൻ ആവുക എന്നാൽ
വളരെ കാലത്തെ രാജ്യഭാഗ്യം പ്രാപ്തമാക്കുക എന്നാണ്. അപ്പോൾ വളരെ കാലത്തിൻ്റെ പ്രാപ്തിയാണ്. അപ്പോൾ ഓരോ കാര്യത്തിലും വളരെ കാലം എന്നത് വേണമല്ലോ. ഇപ്പോൾ 63 ജന്മത്തെ വളരെ കാലത്തെ സംസ്കാരമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എൻ്റെ ഭാവം അങ്ങനെയല്ല, ഭാവന അങ്ങനെയല്ല. 63 ജന്മത്തിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ വളരെ കാലത്തെ കണക്കാണല്ലോ. അതിനാൽ ബാപ് ദാദ ഇത് ആഗ്രഹിക്കുന്നു. സങ്കല്പത്തിൽ ദൃഢത ഉണ്ടാകണം. ദൃഢതയുടെ തന്നെ കുറവാണ് ഉണ്ടാകുന്നത്. ആയിക്കൊള്ളും, നടക്കുന്നു, നടന്നുകൊള്ളട്ടെ. ആരാണ് ആയിട്ടുള്ളത്? മറ്റൊരു വളരെ നല്ല കാര്യം എല്ലാവർക്കും വരുന്നത് ഇതാണ്. ബാപ് ദാദ കാര്യങ്ങൾ നോട്ട് ചെയ്തു. സ്വന്തമായി ധൈര്യമില്ല. അപ്പോൾ പറയുന്നു, മഹാരഥിയും ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ ചെയ്താൽ എന്താണ്? എന്നാൽ ബാപ് ദാദ ചോദിക്കുന്നു, ഏത് സമയത്താണോ മഹാരഥി തെറ്റു ചെയ്യുന്നത് ആ സമയത്ത് മഹാരഥിയാണോ? അപ്പോൾ മഹാരഥിയുടെ പേര് എന്തിനു മോശമാക്കുന്നു? ആ സമയത്ത് അവർ മഹാരഥിയെ അല്ല. അപ്പോൾ മഹാരഥി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം തന്നെ ദുർബലമാക്കുക എന്നത് സ്വയം തന്നെ ചതിക്കലാണ്. മറ്റുള്ളവരെ നോക്കുന്നത് സഹജമാണ്. സ്വയം തന്നെ നോക്കുന്നതിൽ അല്പം ധൈര്യം വേണം. അപ്പോൾ ഇന്ന് ബാപ് ദാദ കണക്കിൻ്റെ പുസ്തകം സമാപ്തമാക്കിക്കുന്നതിൻ്റെ ഗിഫ്റ്റ് വാങ്ങുവാൻ വന്നിരിക്കുകയാണ്. ദൗർബല്യത്തിൻ്റെയും ഒഴിവുകഴിവിൻ്റെയും കണക്കുകളുടെ വളരെ വലിയ പുസ്തകമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യണം. നമ്മൾ ചെയ്ത് കാണിക്കും. ചെയ്യുക തന്നെ വേണം, കുനിയുക തന്നെ വേണം, മാറുക തന്നെ വേണം. പരിവർത്തന സെറിമണി ആഘോഷിക്കുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുന്ന ഓരോരുത്തരും, അതായത് ആരാണോ മനസ്സിലാക്കുന്നത്, സങ്കല്പിക്കുന്നത്, അവർ കൈ ഉയർത്തു. ദൃഢമാണോ സാധാരണമാണോ? സാധാരണ സങ്കല്പവുമുണ്ട്, ദൃഢസങ്കല്പവുമുണ്ട്. അപ്പോൾ താങ്കൾ എല്ലാവരും ദൃഢമായി എടുത്തുവോ? മധുബനിലുള്ളവർ കൈ നീട്ടി ഉയർത്തു. ഇവിടെ മുന്നിൽ മധുബനിലുള്ളവർ ഇരിക്കുന്നു. വളരെ സമീപത്ത് ഇരിക്കുന്നതിൻ്റെ ചാൻസ് ഉണ്ട്. ആദ്യത്തെ സീറ്റ് മധുബനിലുള്ളവർക്ക് ലഭിക്കുന്നു. ബാപ് ദാദ സന്തുഷ്ടമാണ്. ആദ്യം ഇരിക്കുകയാണ്. ആദ്യത്തേതായി തന്നെ ഇരിക്കണം. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് മേന്മയുള്ളതായല്ലോ. ബാപ് ദാദയ്ക്കും സന്തോഷമുണ്ട്. കാരണം താങ്കൾ ഒരാളല്ല. താങ്കളുടെ പിന്നാലെ തൻ്റെ രാജധാനിയിൽ താങ്കളുടെ റോയൽ ഫാമിലി, താങ്കളുടെ റോയൽ പ്രജ, പിന്നെ ദ്വാപരം മുതൽ താങ്കളുടെ ഭക്തർ, സതോ രജോ തമോ ഗുണി 3 പ്രകാരത്തിലുമുള്ള ഭക്തർ താങ്കളുടെ പിന്നാലെ നീണ്ട ലൈൻ ഉണ്ട്. താങ്കൾ എന്തു ചെയ്യുമോ അത് താങ്കളുടെ പിന്നാലെ ഉള്ളവർ ചെയ്യുന്നു. താങ്കൾ ഒഴിവുകഴിവ് പറയുകയാണെങ്കിൽ താങ്കളുടെ ഭക്തരും വളരെയധികം ഒഴിവുകഴിവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്രാഹ്മണ പരിവാരവും താങ്കളെ നോക്കി തലകീഴായി കോപ്പി ചെയ്യുന്നതിൽ സമർത്ഥരായിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ദൃഢസങ്കല്പം എടുക്കൂ. സംസ്കാരത്തിൻ്റെ ഉരസൽ ഉണ്ടാവുകയാണെങ്കിൽ, സ്വഭാവത്തിൻ്റെ മതഭേദം ഉണ്ടാവുന്നുവെങ്കിൽ, മൂന്നാമത്തെ കാര്യമാണ് ദുർബലതയുടേത്. ആരെങ്കിലും കുറിച്ച് അസത്യമായ കാര്യം പറഞ്ഞുവെങ്കിൽ, പല കുട്ടികളും പറയുന്നു, നമുക്ക് അസത്യത്തിൻ്റെ മേൽ കൂടുതൽ ക്രോധം വരുന്നു. എന്നാൽ സത്യമായ ബാബയെ കൊണ്ട് വെരിഫൈ ചെയ്യിച്ചു. സത്യമായ ബാബ താങ്കളുടെ കൂടെ ഉണ്ട് എങ്കിൽ മുഴുവൻ അസത്യ ലോകവും ഒരു ഭാഗത്തായിരിക്കുകയും ഒരു ബാബ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ വിജയം താങ്കളുടേത് നിശ്ചിതമായി കഴിഞ്ഞു. ആർക്കും താങ്കളെ കുലുക്കാൻ സാധിക്കില്ല.
കാരണം ബാബ താങ്കളുടെ കൂടെയുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസത്യമാണ് എങ്കിൽ അസത്യം അസത്യമായി തന്നെ നിലകൊള്ളട്ടെ. വർദ്ധിപ്പിക്കുന്നത് എന്തിന്? ബാബയ്ക്ക് ഒഴിവ് കഴിവ് നല്ലതായി തോന്നുന്നില്ല. ഇതുണ്ടായി, 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 ഇത് എന്ന ഗീതം ഇപ്പോൾ സമാപ്തമാകണം. നല്ലതുണ്ടായി, നല്ലതുണ്ടാകും, നല്ലതായിരിക്കും, എല്ലാവരെയും നല്ലതാക്കും. നല്ലത് 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 എന്ന ഗീതം പാടൂ. അപ്പോൾ ഇഷ്ടമാണോ? ഒഴിവ് കഴിവ് ഇല്ലാതാക്കുമോ ചെയ്യുമോ? 2 കൈകളും ഉയർത്തൂ. ശരി. നല്ല രീതിയിൽ വീശൂ. ശരി. കണ്ടുകൊണ്ടിരിക്കുന്നവരും കൈ വീശിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരും കൈ വീശൂ. താങ്കൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ശരി. ഇപ്പോൾ താഴ്ത്തൂ. ഇപ്പോൾ തൻ്റെ പരിവർത്തനത്തിൻ്റെ കൈയടിക്കൂ. എല്ലാവരും ഉച്ചത്തിൽ കൈയടിച്ചു. ശരി. ഇപ്പോൾ ഓരോരുത്തരും 1 മിനിറ്റ് നേരത്തേക്ക് ദൃഢസങ്കൽപ്പ സ്വരൂപത്തിൽ ഇരിക്കൂ. ഒഴിവുകഴിവിനെയും ആലസ്യത്തെയും അലക്ഷ്യത്തെയും ഓരോ സമയത്തും ദൃഢസങ്കല്പത്തിലൂടെ സമാപ്തമാക്കി വളരെ കാലത്തെ കണക്ക് ശേഖരിക്കുക തന്നെ വേണം. എന്തുണ്ടായാലും ഒന്നും നോക്കരുത്. എന്നാൽ ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥർ ആവുക തന്നെ വേണം. വിശ്വത്തിൻ്റെ സിംഹാസനസ്ഥർ ആവുക തന്നെ വേണം. ഈ ദൃഢസങ്കല്പ സ്വരൂപത്തിൽ എല്ലാവരും ഇരിക്കൂ. ശരി. 4 ഭാഗത്തുമുള്ള സദാ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ അനുഭവത്തിൽ ഇരിക്കുന്നവർക്ക്, സദാ ദൃഢതയാകുന്ന സഫലതയുടെ താക്കോലിനെ കാര്യത്തിൽ വിനിയോഗിക്കുന്നവർക്ക്, സദാ ബാബയുടെ കൂടെയും ഓരോ കാര്യത്തിലും കൂട്ടുകാരനുമായി ഇരിക്കുന്നവർക്ക്, സദാ ഏകനാമിയും എക്കണോമിയുള്ളവരുമായി ഏകാഗ്രതയുടെ സ്വരൂപത്തിൽ ഏറ്റവും മുന്നിൽ പറന്നുകൊണ്ടിരിക്കുന്നവർക്ക്, ബാപ്ദാദയുടെ അതേ ഓമനകളും സിഖിലതയുമായ വിശേഷ കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: പരിധിയുള്ള സർവ ഇച്ഛകളുടെയും ത്യാഗം ചെയ്യുന്ന സത്യമായ തപസ്വി മൂർത്തിയായി ഭവിക്കട്ടെ. പരിധിയുള്ള ഇച്ഛകൾ ത്യാഗം ചെയ്ത് സത്യമായ തപസ്വി മൂർത്തി ആകൂ. തപസ്വി മൂർത്തി എന്നാൽ പരിധിയുള്ള ഇച്ഛ മാത്രം അവിദ്യാരൂപം. ആരാണോ നേടുന്നതിൻ്റെ സങ്കല്പം എടുക്കുന്നത് അവർ അല്പകാലത്തേക്ക് നേടുന്നു, എന്നാൽ സദാകാലത്തേക്ക് പാഴാക്കുന്നു. തപസ്വി ആകുന്നതിൽ വിശേഷിച്ച് വിഘ്നരൂപം ഈ അല്പകാലത്തെ ഇച്ഛകളാണ്. അതിനാൽ ഇപ്പോൾ തപസ്വി മൂർത്തി ആകുന്നതിൻ്റെ തെളിവ് നൽകൂ. അതായത് പരിധിയുള്ള മാന്യതയും പെരുമയും നേടാനുള്ള ഭാവവും ത്യാഗം ചെയ്ത് വിധാതാവാകൂ. എപ്പോഴാണോ വിധാതാവിൻ്റെ സംസ്കാരം എമർജ് ആകുന്നത്, അപ്പോൾ അന്യ എല്ലാ സംസ്കാരവും സ്വതവേ അമർന്നു പോകും. സ്ലോഗൻ: കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ സൂക്ഷ്മ കാമന വയ്ക്കുന്നതും ഫലം പാകമാകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷിക്കലാണ്. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. പാപകടേശ്വരൻ അഥവാ പാപം ഹരിക്കുന്നവർ ആകാൻ സാധിക്കുന്നത് ഓർമ്മ ജ്വാലാസ്വരൂപം ആകുമ്പോഴാണ്. ഈ ഓർമ്മയിലൂടെ അനേകം ആത്മാക്കളുടെ ദുർബലത ദൂരെ പോകും. ഇതിനുവേണ്ടി ഓരോ സെക്കൻഡും ഓരോ ശ്വാസത്തിലും ബാബയും താങ്കളും കമ്പൈൻഡായിരിക്കൂ. ഒരു സമയത്തും സാധാരണ ഓർമ്മ ഉണ്ടാകരുത്. സ്നേഹവും ശക്തിയും 2 രൂപവും കമ്പൈൻഡ് ആയിരിക്കണം. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്.
ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യ പ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.